ഹായ് അപ്പൊ അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു ടു യു ഓൾ. എല്ലാവർക്കും സമാധാനം സന്തോഷം ഒക്കെ ഉള്ള ഒരു വർഷമായി തീരട്ടെ ഇത്. ഞാൻ ഇവിടെ കൊറിയയിലും വിഷു എനിക്ക് പറ്റണ പോലെ ആഘോഷിക്കാം എന്ന് വിചാരിച്ചു. ആൻഡ് ഐ ഹാവ് ബോട്ട് സം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് ഓൾ. സോ ലെറ്റ് മീ ഷോ എ പ്രൈസ് ബ്രേക്ക് ഡൗൺ ആൻഡ് ഇവിടുന്ന് എന്തൊക്കെ കിട്ടി എനിക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് ഒരു 2 minutes ഒരു പ്രൈസ് കമ്പാരിസൺ ഒക്കെ ആയിരിക്കും. സോ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമില്ലെങ്കിൽ ഒരു 2 minutes സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി കണ്ടോളൂ കേട്ടോ. കൊറിയൻ പ്രൈസ് വേഴ്സസ് ഇന്ത്യൻ പ്രൈസ്, പച്ചക്കറിയുടെ ഒക്കെ ഒരു ഡിസ്കഷൻ കാര്യമാണ്. താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി കണ്ടോളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തേങ്ങ വാങ്ങിയിട്ടുണ്ട്, തേങ്ങ. ആൻഡ് അതിന് 2300 കൊറിയൻ വോൺ ആണ് പ്രൈസ്. കായ്പയ്ക്ക. സോ ഈ ഒരു കായ്പയ്ക്കാണ്. ഈ ഒരു കായ്പയ്ക്ക് വന്നത് 3300 കൊറിയൻ വോൺ ആണ് കേട്ടോ. കായ, പച്ചക്കായ, ഇത് 500 gram ഉണ്ട്. അപ്പൊ ഇതിന് വന്നത് 4000 വോൺ ആണ്. 250 gram പച്ചമാങ്ങ, ഇത് 1 കിലോ ആണ്. അപ്പൊ ഈ ഒരു മാങ്ങയ്ക്കായത് 3200 കൊറിയൻ വോൺ. ദെൻ ഞാൻ വാങ്ങിയത് ക്യാരറ്റ്. ഒരു ക്യാരറ്റ് ക്ലീൻഡ് ആണ് കേട്ടോ, ഒരു ക്യാരറ്റ്. സോ ഈ ഒരു ക്യാരറ്റിനായത് 1000 വോൺ ആണ്. ബീൻസിന് 3000 കൊറിയൻ വോൺ 200 ഗ്രാമിന്. കുമ്പളങ്ങ പോലത്തെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. സോ ഇതെന്താന്ന് എനിക്ക് പറയാൻ പാടില്ല, നമുക്ക് നോക്കാം. അപ്പൊ ഇതിനായത് 4090 കൊറിയൻ വോൺ, സോറി 490 കൊറിയൻ വോൺ. പിന്നെ ആപ്പിൾ ആണ്, ഇത്രയും ആപ്പിളിനായത് 5000 കൊറിയൻ വോൺ. പിന്നെ പംകിൻ, ഇതിനായത് 2500 കൊറിയൻ വോൺ. പയറാണ്, പയർ നമ്മുടെ നാട്ടിൽ അതേ പയറാണ്. സോ പയറിനായത് 4000 കൊറിയൻ വോൺ. വെണ്ടയ്ക്കൊക്കെ ആയത് 5000 കൊറിയൻ വോൺ, 1 കിലോ ആണ്. പിന്നെ നല്ല പഴുത്ത മാങ്ങ, 4 മാങ്ങ ഉണ്ട്. 4 മാങ്ങയ്ക്ക് ആയത് 5000 കൊറിയൻ വോൺ. പിന്നെ ബനാന ഇത്രയുണ്ട്, ഇത്രയും പഴത്തിനായത് 5000 കൊറിയൻ വോൺ. ക്യാബേജ് ഞാൻ 1 കിലോ ആണ് വാങ്ങിയത്, ഒരു 1/2 പീസ്. ഇതിനായത് 1900 കൊറിയൻ വോൺ. ഇത്രയും വെജിറ്റബിൾസും ഇത്രയും ഫ്രൂട്ട്സും ആണ് ഞാൻ സ്പെഷ്യലായിട്ട് ഇതിനായിട്ട് വാങ്ങിയത്. എല്ലാം കവർ ചെയ്തു. ഇത് പിന്നെ പാല്, തക്കാളി, ഉള്ളി, മുളക്, ഇതൊക്കെ നമ്മുടെ യൂഷ്വൽ സാധനങ്ങളാണ്. അതൊക്കെ ഓൾറെഡി വീട്ടിലുണ്ട്. സോ മത്തനരിയാണ്, ഇതൊക്കെ എനിക്ക് പുതിയതാണ് ഗൈസ്, ബട്ട് ഇറ്റ് ഫീൽസ് ഗുഡ്. ഒറ്റയ്ക്ക് ഞാൻ നിന്നിട്ടാണെങ്കിലും ഒന്ന് ചെയ്യാണ്ടെന്നാ ഭയങ്കര വിഷമാണ്. അപ്പൊ പിന്നെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമാധാനമാണല്ലോ, നമ്മൾ വീട്ടിൽ നിന്ന് മാറിയിട്ടാണെങ്കിലും. സോ ഇതിന്റെ അരിയലിനൊന്നും ജഡ്ജ് ചെയ്യരുതിട്ട് നിങ്ങൾ. ഇതൊക്കെ ഞാൻ എനിക്ക് തോന്നിയ പോലെ അങ്ങോട്ട് അരിയും. പിന്നെ സൊണാലി വരും ഇപ്പൊ കുറച്ച് നേരത്തില്. സോണാലി ഇല്ലാണ്ട് എന്ത് വിഷു ഇവിടെ അല്ലേ. നാടൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യാനാ, പോവാൻ പറ്റില്ലല്ലോ. അടുത്ത ഓണത്തിന് പോവാൻ പറ്റണം എന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങളൊക്കെയും കൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടോ. കുഞ്ഞി മത്തനാണ് ഇവിടെ ഉള്ളത്, ലൈക്ക് ഇത്രേ ഉള്ളൂ, ക്യൂട്ട് കുഞ്ഞി മത്തൻ. ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കാനുള്ള ഒരു പുറപ്പാടിലാണ്. സാമ്പാർ ഇന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെക്കുകയാണ്. മോസ്റ്റ്ലി എല്ലാം ഇപ്പൊ നാളെ നമുക്ക് അത്ര സമയമില്ലല്ലോ അതൊന്നും കുക്ക് ചെയ്യാനായിട്ട്, ക്ലാസ് ലാബൊക്കെ ഉള്ളതുകൊണ്ട്. സോ നമ്മൾ ഇന്ന് തന്നെ മൊത്തം കുക്ക് ചെയ്ത് വെക്കാൻ പറ്റണതൊക്കെ കുക്ക് ചെയ്ത് വെക്കണം. എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. നോക്കാം, സമയത്തിനനുസരിച്ച് പറ്റണതൊക്കെ ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ എന്താണ് നിങ്ങളൊക്കെ വിഷു വിശേഷങ്ങൾ എന്നൊക്കെ കമന്റ് ചെയ്യണേ. ഐ വുഡ് ലൈവ് ടു റീഡ് ഓൾ ദോസ് കമന്റ്സ് ടു നോ ഓൾ ദി വിശേഷംസ്. പിന്നെ ഫ്രൂട്ടിന്റെ പേര് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഈ വിഷുവിന് ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ എന്തായാലും 2 പേരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഓൾറെഡി ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ 4 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി 2 പേരും കൂടി സെലക്ട് ചെയ്യും കേട്ടോ ഈ മാസം. ഐ മീൻ ഈ വിഷു കൂടെ ആയിട്ട്. സോ മത്തന് ഇത്ര മതിയെന്ന് കരുതുന്നു. കുറച്ചേ ഉണ്ടാക്കുള്ളൂ. കുറെ ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ചെയ്യാനൊക്കെ നല്ലത് കുറച്ച് ഉണ്ടാക്കല്ലേ. അപ്പൊ അത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. സോ മത്തൻ അരിഞ്ഞു, വെണ്ടയ്ക്ക അരിഞ്ഞു. ഇനി കയപ്പയ്ക്ക കുറച്ച് ചെറിയൊരു പീസ് ഇടും ഞങ്ങള്. പിന്നെ ഇതൊന്നും എനിക്കറിയണ്ടല്ലോ കേട്ടോ. ഞാൻ അമ്മയെ വിളിച്ചിട്ട് അമ്മ എനിക്ക് വോയിസ് റെക്കോർഡൊക്കെ അയച്ചു തന്നിട്ട് അതൊരു 100 തവണ കേട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കണത്. സോ സ്പെഷ്യൽ മെൻഷൻ ടു മൈ മദർ. താങ്ക് യു മാമി. അങ്ങനെ സാമ്പാർ റെഡിയായി.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഓൾമോസ്റ്റ് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ ഫീൽ ചെയ്തു. സോ ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. പിന്നെ സൊനാലിയാണ് ഉപ്പേരി അങ്ങോട്ട് ഏറ്റെടുത്തത്. അപ്പോൾ ക്യാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. സോ അതിൻ്റെ ബ്യൂട്ടിഫുൾ സൊനാലിക്കാണ്. സോ ഐ എം ലൈക്ക് വെരി ബ്ലെസ്ഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു ഹാവ് ഹെർ ഹിയർ. എൻ്റെ എല്ലാ സന്തോഷത്തിനും ദുഃഖത്തിനും ലൈക്ക് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. തിരിച്ചും മാക്സിമം അങ്ങനെ നിൽക്കാറുണ്ട്. സോ ലൈക്ക് വി ആർ ഹാപ്പി ഹിയർ ബിക്കോസ് ഓഫ് ഈച്ച് അതർ. സോ നമ്മൾ സാമ്പാർ ഇടണം. ഓലൻ ഓൺ ദ വേ. നെക്സ്റ്റ് കാളൻ, ഉപ്പേരി. ഇന്നൊന്നുമില്ല, അത്രേ ഉള്ളൂ. അവിയൽ നാളെ ഉണ്ടാക്കുള്ളൂ. സോ കുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. എല്ലാം ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. സോ ഇതാണ് കേട്ടോ ഞാൻ ഒരുക്കിയ കണി. ആൻഡ് ഇവിടെ പറ്റുന്ന രീതിയിൽ ഒക്കെ നമ്മളത് ഒരുക്കിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഫീൽസ് സോ ഗുഡ്. സൊനാലി, எப்படி இருந்துச்சு உங்க எக்ஸ்பீரியன்ஸ்? சொல்லுங்க, என்னென்ன பண்ண இன்னைக்கு சொல்லு. நான் நிறைய வந்து வெசல் வாஷ் பண்ணேன். சொல்ல சனாலி சொல்லு. நான் உனக்கு என்னென்ன டிஷ் நேம் சொல்லி தந்தா? டிஷ் நேம்ஸ் ஞாபகம் இருக்கா? மறந்துட்டேன் நானு. இரு. காலன், ஓலன். அப்புறம் நாளைக்கு என்ன செய்ய போற? அவியலா? ஆமா. அப்புறம் சாம்பார் செஞ்ச இன்னைக்கு. சாம்பார் என்னமோ சொன்னேன். பொரியல் கிட்ட சொன்னா உப்பேரி. உப்பேரி. I have made payasam and உப்பேரி. okay. கனி வச்சுன்னு சொல்லு. கனி வச்சுவா? கனி வச்சுன்னா என்ன தெரியும்? என்ன வச்சிருக்காங்க? ஆமா, நாங்க கனி வச்சிருக்காங்க பாருங்க. இதான் எங்களோட கனி. இதுல ஏதாச்சும் மிஸ்டேக்ஸ் இருக்கலாம். நீங்க வந்து ഇതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടാവും. പക്ഷേ അത് ഇഗ്നോർ പണ്ണണം. കാരണം ഞങ്ങൾ ഉള്ളതുകൊണ്ടൊക്കെ വെച്ച് വിഷു പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതാണ്. സോ ഉള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ എങ്ങനെയൊക്കെയോ ഒരു കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. പടക്കമൊന്നും ഇവിടെ അവൈലബിൾ അല്ല, അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇനി ഉറങ്ങി നാളെ രാവിലെ നീച്ച് കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാം. സോ സീ ടുമോറോ. ഗുഡ് നൈറ്റ്. என்ன புரிஞ்சிச்சு தலையாட்டுங்க. ரோஸ். அந்த பொண்ணோட ட்ரெஸ் கலரும் ரோஸா இருக்கு. அது வந்து லாவெண்டர். யூ டோன்ட் நோ தி கலர். அவ்வளோ அதிகமா பேசினேன்னு வச்சுக்கோ. அப்ப கையில ஆல்ரெடி இத பண்ணிருக்கேன். ஓகே, என்ன சொன்னாலி? நல்லா இருக்கு. Okay, I believe you. Thank you. போ தூர. கண்ணு இருக்கு. ஆனாடி மெடிசின் ஸ்மெல் தான். கை இப்படி நல்லா ஓபனா வச்சுக்கோ. க்ளோஸ் பண்ணா அடிப்போம். அப்படிதான். டிசைன் தப்பா சூஸ் பண்ணிட்டேன். ஹாய் गाइस. ഞങ്ങൾ മൈലാഞ്ചി കഴിഞ്ഞു. ഹായ്. ഇനി ഉറങ്ങട്ടെ, ഉറക്കം വരുന്നു. ബൈ. അങ്ങനെ രാവിലെ എണീറ്റു. നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. കണിയൊക്കെ കണ്ടു. ഹാപ്പി. പിന്നെ ഇന്നലെ മൈലാഞ്ചിയൊക്കെ നല്ല ചുവത്തു. പിന്നെ എല്ലാവർക്കും വാട്സാപ്പിൽ ഹാപ്പി വിഷുവൊക്കെ മെസ്സേജൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ടാണ് സൗണ്ട് അങ്ങോട്ട് പൊന്തുന്നില്ല. പകുതി ഉറക്കത്തില്ല. സോ വൺസ് അഗൈൻ ഹാപ്പി വിഷു ഗൈസ്. നമുക്ക് ഫുഡൊക്കെ ഉണ്ടാകുന്നൊക്കെ കാണാൻ. സോ രാവിലെ നേരത്തെ തന്നെ അവിയലിൻ്റെ പരിപാടിയാണ്. അപ്പോൾ അവിയലൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് കോളേജിൽ പോകാൻ. കോളേജിലൊക്കെ പോയി വന്നു. നമ്മൾ ഉണ്ടാക്കി വെച്ചതൊക്കെ അതേ നിരത്തി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് വന്നു ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നോക്കിയാലോ. സോ ചോറ് വിളമ്പി, പിന്നെ സാമ്പാർ, അവിയൽ, കാളൻ, ഓലൻ,
നമുക്ക് കുമ്പളങ്ങ കിട്ടിയില്ല, കുമ്പളങ്ങ പോലെ ഇവിടെ കിട്ടിയൊരു സാധനം കൊണ്ടാണ് ഓലൻ ഉണ്ടാക്കിയത്. പിന്നെ ക്യാബേജ് ഉപ്പേരി, മാങ്ങച്ചാറ്, പിന്നെ പായസം, പഴം, ഇതൊക്കെയാണ് നമുക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു തിരിച്ച് കോളേജിലേക്ക് പോയി. പിന്നെ വൈകുന്നേരം തിരിച്ച് വന്നിട്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുക കേട്ടോ. പായസമൊക്കെ കുടിച്ചിട്ട് പോയതല്ലേ. അപ്പോൾ കുറച്ച് നേരമൊക്കെ പോയിട്ട് നല്ല ഉറക്കം വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ടാളും. ഇപ്പോൾ ഉറങ്ങുന്നുള്ള മുഖമാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ണൊക്കെ പകുതി അടഞ്ഞു. റൈസ് കേക്ക് ഇല്ലാതെ കൊറിയയിൽ എന്താ ആഘോഷം പറ സൊന്നെ, അതുപോലെ പറ. റൈസ് കേക്ക് ഇല്ലാതെ കൊറിയയിൽ എന്താ ആഘോഷം പറ. പറയാൻ പറ്റുന്ന ആഘോഷമാ കറക്റ്റാ. കൊറിയാലെ റൈസ് കേക്ക് ഇല്ലാതെ കൊറിയയിലെ റൈസ് കേക്ക് ഇല്ലാതെ കൊറിയയിൽ എന്താ ആഘോഷം? കൊരങ്ങൻ എന്റെ കൂട്ടുകാരനാ, അവന്റെ പേര് ബുജി. പിന്നെ കിടന്ന് ഉറങ്ങിയിട്ട് നമ്മുടെ നല്ല സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഒരു ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയി. എന്നിട്ട് കുറച്ച് പുറത്തു കൂടെയൊക്കെ നടന്നു. ഇപ്പോൾ പിന്നെ ഇവിടെ നല്ല ലേറ്റായിട്ട് ഇരുട്ടാവുള്ളൂ കേട്ടോ. ഒരു 7-10 വരെ നല്ല വെളിച്ചം ഉണ്ടാവും. സോ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നിട്ടൊക്കെയാണ് വന്നത്. So a very special mention to Mahilan എന്ന് പറഞ്ഞൊരു ചേട്ടൻ. So he's the reason why I got all these vegetables. ഈ വെജിറ്റബിൾസ് ഒക്കെ എനിക്ക് എന്താ പറയുക അയച്ചിട്ട് വാങ്ങാൻ പറ്റിയത് ഈ ഒരു ചേട്ടൻ ഉള്ളതുകൊണ്ടാണ്. സോ തേങ്ങ വരെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് 2 കഷ്ണാക്കി മുറിച്ച് അതിൽ ഐസൊക്കെ വെച്ച് പാക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ദിവസം കൊണ്ട് എനിക്കത് ഡെലിവറി ഒക്കെ ചെയ്ത് തന്നു. സോ ലൈക്ക് താങ്ക് യു സോ മച്ച്. ആ ചേട്ടൻ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ വിഷു കൊളായതിനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ലൈക്ക് മോസ്റ്റ് ഓഫ് ദ വെജിറ്റബിൾസ്, കായ, ബീൻസ്, ആ കാര്യങ്ങളൊക്കെ, മാങ്ങ ഒക്കെ എനിക്ക് ആ ചേട്ടൻ്റെ നിന്നാണ് കിട്ടിയത്. പിന്നെ മെയിൻ സാധനം തേങ്ങ. ഇതൊന്നും ഇല്ലെങ്കിൽ എൻ്റെ വിഷു കൊളായനെ. സോ എൻ്റെ വിഷു ലൈക്ക് ഒരു സക്സസ് ആയതിൽ വലിയ സക്സസ് എന്നല്ല, എനിക്കൊരു ഇഷ്ടപ്പെട്ട രീതിയിൽ അതിങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ ഒരു വലിയ പങ്ക് ആ ചേട്ടനുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് മീ ഓൺ ടൈം. അപ്പം അത്രയേ ഉള്ളൂ ഗായ്സ് എൻ്റെ വിഷു വ്ളോഗ്. എനിക്കറിയാം എനിക്കെല്ലാം ഒന്നും വീഡിയോ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ബിക്കോസ് ഞാനിപ്പോൾ ഒരു എന്താ പറയുക അത്രയും ഗുഡ് ടൈം ഓഫ് മൈ ലൈഫിലൂടെ ഒന്നും അല്ല കടന്നു പോകുന്നത്. സോ നമ്മുടെ ലൈഫിൽ ലൈക്ക് ബെസ്റ്റ് സമയം വന്നിട്ട് നമുക്ക് ആഘോഷിക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. സോ സ്റ്റിൽ ഞാൻ ഇത്ര ഒരു നല്ല സിറ്റുവേഷനിൽ അല്ലെങ്കിൽ കൂടെ ഈ വിഷു ഒന്നും എനിക്ക് അങ്ങനെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് വിടാൻ പറ്റില്ല. കാരണം എൻ്റെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടേ ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ആഘോഷിച്ചിട്ടൊക്കെ ഉള്ളൊരു ഇതാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക സെൻറ്റിമെൻ്റൽ സംഭവമൊക്കെ ഉള്ളതാണ് ഈ വിഷു ഓണത്തിനോടൊക്കെ. സോ അതുകൊണ്ട് തന്നെയാണ് ഞാനത് എന്തെങ്കിലുമൊക്കെ ചെയ്തത്. Maybe my parents are the people who influenced me to do all these. കാരണം ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ആഘോഷിച്ചിട്ടാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഈ ആഘോഷങ്ങൾക്കൊക്കെ. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ അത്രയും ഒരു വെരി ഗുഡ് സിറ്റുവേഷൻ ഓഫ് മൈ ലൈഫിലൂടെ അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഐ എം ഫൈൻ, ഐ വിൽ ബി ഫൈൻ. അതുകൊണ്ടാണ് എനിക്ക് ഈ ലോങ് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്തിട്ട് ഇടാനുള്ളൊരു ടൈമോ, പിന്നെ ടൈം മാത്രമല്ല ഒരു മെൻ്റലി നമ്മൾ അങ്ങോട്ട് റെഡി അല്ല അതിനിപ്പോൾ അതിലിരുന്ന് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഷോർട്ട് വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ അത്ര എഫേർട്ട് വേണ്ടല്ലോ. കുട്ടി കുട്ടി വീഡിയോസ് അല്ലേ നമ്മൾ പറ്റുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നതാണ്. ലോങ് വീഡിയോസിന് ഭയങ്കര എഫേർട്ടും സമയവും പിന്നെ നല്ല ശ്രദ്ധയൊക്കെ വേണം അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് വരാനായിട്ട്. അതെനിക്ക് അങ്ങനെ ഇവിടെ കിട്ടിയില്ലായിരുന്നു. അതാണിപ്പോൾ ഈ വിഷു വീഡിയോ തന്നെ കുറച്ച് ഡിലേ ആയത്. ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ്, ബട്ട് ഐ വിൽ കം സ്ട്രോങ്. ഐ നോ ഞാൻ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ മന്ത്ലി ഒരു 3-4 വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ആൻഡ് ഐ വിൽ കം ബാക്ക് ടു ദാറ്റ് ബിക്കോസ് ദിസ് ഇസ് എ പാഷൻ. ഇതെൻ്റെ ഒരു പാഷനാണ്. വേറെ എന്ത് ജോലി ഞാൻ ചെയ്താലും അതിൻ്റെ കൂടെ എനിക്ക് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെട്ട ഒരു പാഷനാണ്. ആൻഡ് ഈ ഒരു പാഷൻ എൻ്റെ ജോലിയും ബാധിക്കാറില്ല. എൻ്റെ ജോലി ഈ പാഷനെ ഇപ്പോൾ ബാധിക്കുന്നുണ്ട്. പക്ഷെ അത് ബാധിക്കാതിരിക്കാൻ ഞാൻ ട്രൈ ചെയ്യും. So thank you for your understanding and all the love. I'm seeing every comments in my short videos. Thank you for asking me to post long videos, which like is inspiring me. Thank you so much guys. You mean a lot to me. Bye bye. Stay tuned.
also like maybe follow my Instagram, so like I am more active there now, I guess. Like I'm posting short videos here and there as well, so you can check that too to like get more updates. Just I'm telling, ഞാൻ നിങ്ങളെ ഡിസപ്പോയിൻറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. So stay tuned. Bye bye.